ഹായ് ഫ്രണ്ട്സ്, കാൽവിൻ പെർഫ്യൂംസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രഞ്ച് പെർഫ്യൂം തന്നെയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഞ്ച് പെർഫ്യൂം. ലാക്കോസ്റ്റയുടെ ബ്ലാങ്ക് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഒരു വൈറ്റ് ബോട്ടിൽ, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, ഒരു വൈറ്റ് ബോട്ടിൽ മുതലയുടെ പച്ചക്കളർ ചിഹ്നമൊക്കെ ഉള്ള ഒരു. ആക്ച്വലി ഇതൊരു ഫ്ലോറൽ പെർഫ്യൂമാണ്. പക്ഷെ അപ്പോൾ ചോദ്യം വരും, എങ്ങനെയാണ് അത് ആണുങ്ങളുടെ പെർഫ്യൂം ആവുക എന്നുള്ളത്. ഇതിന്റെ ആണുങ്ങളുടെ നോട്ട്സിലേക്ക് ഇത് മാറും അവസാന സ്റ്റേജ് വരുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഇത് ആണുങ്ങളുടെ പെർഫ്യൂമായിട്ടും പിന്നെ ലേഡീസിന്റെ പെർഫ്യൂമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഫ്രഷ് പെർഫ്യൂമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എനിക്ക് ഷോപ്പിൽ വരുന്ന പലരും ചോദിക്കാറുണ്ട്, ഫ്രഷ് പെർഫ്യൂംസ് ഉണ്ടോ എന്ന്. അതിനുള്ളൊരു ആൻസർ അത്. ഞാൻ ഈ പെർഫ്യൂമിന്റെ കാര്യം പറയുന്നതിൻ്റെ ഇത് കഴിഞ്ഞിട്ട്, മീൻസ് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം ഞാനിത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യവും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ ഒരു വേർഷനാണ് കേട്ടോ. മറ്റുള്ളവർ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ വേർഷനാണ്. എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഡ്രസ്സിലാണോ ബോഡിയിലാണോ എന്നുള്ള ഞാൻ ഇതിന്റെ അവസാനം ഞാൻ അതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ പെർഫ്യൂം നമ്മൾ അടിക്കുമ്പോഴത്തേക്കും, ലാക്കോസ്റ്റെ വൈറ്റ് എന്ന പെർഫ്യൂം നമുക്ക് അടിക്കുമ്പോൾ ആ ഫ്രഷ് നോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗ്രേപ്പിന്റെ മണവും സെഡാറിന്റെ മണവും പിന്നെ ഒരു ചെറിയ കാടമന്റെ മണവും കൂടി നമുക്ക് ആദ്യം ഫീൽ ചെയ്യും. ആ ഫ്രഷ്നെസ്സിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഒരു ഫ്ലോറൽ നോട്ട്സിലേക്ക് മാറും. ആ ഫ്ലോറൽ നോട്ട്സിന്റെ പൂവാണ് അതിന്റെ ഒരു പ്രത്യേകത. ട്യൂബർ റോസ് എന്ന് പറയുന്ന പുഷ്പവും ലാങ് ലാങ് എന്ന് പറയുന്ന ഒരു പൂവും. അത് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു പുഷ്പമല്ല. ഒരു ഇന്തോനേഷ്യ, തായ്ലൻഡ് ആ ഏരിയയിൽ കണ്ടുവരുന്നൊരു പുഷ്പമാണ്. ഇത് രണ്ടിൻ്റെയും ഒരു സ്മെല്ലാണ് വരിക, ഫ്ലോറൽ നോട്ട്സിലേക്ക് വരുന്നത്. വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്നൊരു പുഷ്പമാണ് ഈ ലാങ് ലാങ് എന്ന് പറയുന്നത്. അതിന്റെ സ്മെല്ലും ഈ ട്യൂബർ റോസിന്റെ മണവും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്ത മണമാണത്. അത് സാധാരണ മറ്റ് പെർഫ്യൂമുകളിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ചെറിയ ഒരു ട്രേസ് മാത്രമേ കാണാറുള്ളൂ. പക്ഷെ ഇത് തന്നെ നല്ലോണം തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലോറൽ നോട്ട്സ് ആണ്. ആ മണം കുറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അതിൻ്റെ ഒരു ബേസ് നോട്ടിലേക്ക് കിടക്കും. ഒരു 10 മിനിറ്റ്സ്, ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു ബേസ് നോട്ടിലേക്ക് കിടക്കും. അന്നേരമാണ് ആണുങ്ങളുടെ ഒരു സ്മെല്ലിലേക്ക് അത് ശരിക്കും ട്രാവൽ ചെയ്യുന്നത്. അന്നേരം ഒരു സ്മോക്കി സ്മെല്ലും ഒരു ലെതറി സ്മെല്ലിലേക്ക് വരും. പക്ഷെ അപ്പോഴും ഈ ഫ്ലോറൽ നോട്ട്സിന്റെ ബേസ് അതിൻ്റെ ഉണ്ടാവും കേട്ടോ. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ നോട്ട്സുകളൊക്കെ വരുന്നത്. അതാണ് ഈ പെർഫ്യൂമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത്യാവശ്യം നല്ല ലാസ്റ്റിംഗും ഉള്ള ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഓഫീസ് യൂസിന് ഉപയോഗിക്കാം, പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് എന്ത് പർപ്പസിനും വേണമെങ്കിലും. ആളുകൾ ചോദിക്കുന്ന ഒരു പെർഫ്യൂമാണ്. നമ്മൾ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് പെർഫ്യൂമാണ് അടിച്ചതെന്ന് ചോദിക്കുന്ന ഒരു പെർഫ്യൂമാണ് ലാക്കോസ്റ്റെ ബ്ലാങ്ക്. പെർഫ്യൂം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു മെയിൻ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഡ്രസ്സിലാണോ അടിക്കേണ്ടത്, പൾസ് പോയിന്റിലാണോ, ബോഡിയിലാണോ, കഴുത്തിലാണോ ഒക്കെ അടിക്കുക, പലരും ചോദിക്കാറുള്ളത് ചോദ്യമാണ്. ഞാനത് എൻ്റെ ഒരു വേർഷനാട്ടോ ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫ്യൂംസ് എല്ലാം ഉണ്ടാക്കുന്നത് കെമിക്കൽസ് കൊണ്ടാണ്. ഒറിജിനൽ പെർഫ്യൂം എടുത്താലും, നമ്മൾ ഈ ക്ലോൺ പെർഫ്യൂംസ് എടുത്താലും, ഈവൺ ഓയിൽ എടുത്താലും, എല്ലാം സിന്തറ്റിക് ഓയിൽസ് ആണ്, എല്ലാം സിന്തറ്റിക് കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന പെർഫ്യൂമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ബോഡിയിൽ അടിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഡ്രസ്സിൽ ഉപയോഗിക്കുക, ഡ്രസ്സിൽ ഫ്രണ്ടിൽ ഉപയോഗിക്കുക. ആ മണം നല്ലോണം നിങ്ങൾക്ക് മുന്നിലേക്ക് തള്ളി വരികയും ചെയ്യും. ബോഡിയിൽ ഉപയോഗിക്കുമ്പോൾ 2 പ്രശ്നം മെയിനായിട്ടുള്ളത്. ഒന്ന്, ഈ കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ, ആ ഒരു പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെല്ലാം വിയർപ്പുണ്ടാവും, ഒരു സ്വെറ്റിന്റെ കണികകൾ എപ്പോഴും ഉണ്ടാവും. ഈ സ്വെറ്റിന്റെ സ്മെല്ലും പെർഫ്യൂമിന്റെ സ്മെല്ലും കൂടി മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും വേറൊരു സ്മെല്ലിലേക്കായിരിക്കും മാറുക. 10 പേർക്കും 10 സ്മെല്ലായിരിക്കുമല്ലോ. അപ്പൊ ഈ 10 മണത്തിലേക്കായിരിക്കും, ഔട്ട്പുട്ടിലേക്കായിരിക്കും മാറുക. അതേസമയം നമ്മള് ഡ്രസ്സിലടിക്കുമ്പോഴത്തേക്കും എന്താ, നമ്മുടെ പെർഫ്യൂമിന്റെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എപ്പോഴും ഡ്രസ്സിൽ അടിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് എൻ്റെ ഒരു വേർഷൻ പറഞ്ഞു എന്നുള്ള, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോയ്സ് അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. പലരും ചോദിക്കാറുള്ള വേറൊരു ചോദ്യമുണ്ട്, എന്തോരാണ് പെർഫ്യൂം അടിക്കേണ്ടത്, എത്ര സ്പ്രേ ആണ് അടിക്കേണ്ടത്? അത് ടോട്ടലി ഡിപ്പെൻസ് ഓരോ വ്യക്തികളനുസരിച്ചിട്ടാണ്. ചിലർക്ക് പെർഫ്യൂം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7-8 സ്പ്രേയെങ്കിലും അടിച്ചാലേ നിൽക്കുള്ളൂ.
പിന്നെ ചില പെർഫ്യൂമുകളിൽ ഞാൻ ഈ ലാക്രോസ്റ്റയുടെ കാര്യം മാത്രമല്ല പറയണത്, കോമൺ ആയിട്ടാണ് പറയുന്നത്. പെർഫ്യൂമിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് പെർഫ്യൂം വീക്ക് സ്ട്രെങ്ത് ഉള്ള പെർഫ്യൂം ആണെങ്കിൽ കൂടുതൽ അടിച്ചാലേ നമുക്ക് ലാസ്റ്റിങ് കൂടുതൽ കിട്ടുള്ളൂ. നല്ല സ്ട്രോങ് പെർഫ്യൂംസ് ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് ഡോസ് അടിച്ചാലും മതിയാവും, ധാരാളം മതിയാവും. അത് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി കുറച്ച് നേരം നിൽക്കണം. അപ്പം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ, ഇത്ര അടിക്കുമ്പോൾ എത്ര നേരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഡബിൾ ഡോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡോസേജ് അനുസരിച്ചിട്ട് നമുക്ക് ലാസ്റ്റിങ് കൂട്ടുകയും ചെയ്യാം. അതായിരിക്കും അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ഘടകം. ലാക്കോസ്റ്റെ ബ്ലാങ്കിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് കാൽവിൻ പെർഫ്യൂംസും ഈ സെയിം സ്മെല്ലിൽ നമ്മൾ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, വാങ്ങിക്കേണ്ട രീതികളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു അടുത്ത വീഡിയോയിലേക്ക് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. വേറൊരു പെർഫ്യൂമായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.